മറ്റാരോടും ഇഷ്ടമൊന്നുമില്ല. പക്ഷേ വിവാഹം ഇപ്പൊ വേണ്ട. മോളെ നോക്ക്, എന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുമായിട്ട് ആരും എന്റെ മുന്നിലേക്ക് വരാനും നിൽക്കണ്ട. ഇതെന്താ മോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? സമ്മതം ചോദിക്കുമ്പോ ആ കുട്ടിക്കൊരു ഫ്രീഡം വേണമല്ലോ. അത് ശ്രീനിവാസ സൗകര്യമായിട്ട് ചോദിച്ചാ മതി. അങ്കിളെ, അത് എന്തോടെ എന്തു ചെയ്യും പറയുന്നേ? കേക്കട്ടാ നിന്റെ മലയാളം. തെറ്റിദ്ധരിക്കരുത്. അതാണ് കറക്റ്റ്. തെറ്റിദ്ധരിക്കല്ലേ. നിന്റെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മോള് നിന്നെ നന്നായിട്ട് മലയാളം പഠിപ്പിച്ചു തരും കേട്ടോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കെ അങ്കിൾ, ശരി. നീ മോളോട് കാര്യം പറഞ്ഞോ? അത് അമ്മ ഒന്നും പറഞ്ഞില്ലേ മോളെ? ഇല്ല. നീ വാ സംസാരിക്കാം. മോള് ഉറക്കമായിരുന്നല്ലോ. ആ സമയത്ത് ഇവിടെ ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് അറിയോ? ഇല്ല. നമ്മള് നേരത്തെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടില്ലേ? ആനന്ദ്, അനവിന്ദന്റെ മകൻ. അതെ. അവര് വെറുതെ വന്നതല്ല, ഒരു വിവാഹാലോചനയായിട്ട് വന്നതാ. ആനന്ദിന് മോളെ വലിയ ഇഷ്ടമായി. ഇതിനിത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. പെൺകുട്ടികൾക്ക് വിവാഹാലോചന വരുന്നത് സാധാരണ കാര്യമല്ലേ? അരവിന്ദനും ഞാനും തമ്മിൽ നല്ല സുഹൃത്തുക്കളാ. അവരുടെ കുടുംബം നല്ല, ആ പയ്യനും കൊള്ളാം. അല്ലേ ശാന്തി? അതെ. ഇതെന്താ ശാന്തി, മോക്കൊരു വിവാഹകാര്യം വരുമ്പോ ഇങ്ങനെ നിൽക്കുന്നത്? സാധാരണ അമ്മമാരല്ലേ ഇതിനൊക്കെ മുന്നോട്ട് നിൽക്കുന്നത്? പൂജാരി പറഞ്ഞത് മോളും കേട്ടതല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളുടെ വിവാഹം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ആനന്ദിനെ മോക്ക് ഇഷ്ടമായോ? എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട. അതെന്താ കാരണം? സാധാരണ വിവാഹകാര്യം പറയുമ്പോ പെൺകുട്ടികൾ നിഷേധിക്കുന്നുണ്ടെങ്കിലേ അതിനർത്ഥം അവരുടെ മനസ്സിൽ ആരോ ഉണ്ടെന്നാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്റെ കുട്ടിയുടെ മനസ്സിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മോളെ? മറ്റാരോടും ഇഷ്ടമൊന്നുമില്ല. പക്ഷേ വിവാഹം ഇപ്പൊ വേണ്ട. മോളെ നോക്ക്, എന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുമായിട്ട് ആരും എന്റെ മുന്നിലേക്ക് വരാനും നിൽക്കണ്ട. ഇതെന്താ മോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്ത് പറ്റി ശാന്തി ഇവക്ക്? പെൺകുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അവരുടെ വിവാഹകാര്യത്തെ പറ്റി പറഞ്ഞതൊക്കെ സർവ്വസാധാരണല്ലേ? അതിന് ഇങ്ങനെയാണോ മോള് പെരുമാറുന്നേ? മോളെ, അച്ഛൻ തെറ്റെന്തെങ്കിലും പറഞ്ഞോ? നല്ലൊരു കുടുംബമാണ്, നല്ലൊരു ചെറുക്കനാണ്, അപ്പൊ പിന്നെ ആലോചിക്കാന്ന് കരുതി. അത് വേറൊന്നും മനസ്സിൽ വെച്ചായിരിക്കില്ല സർ. നമ്മളെയൊക്കെ വിട്ടുപോകാനുള്ളൊരു വിഷമം തോന്നിക്കാണും, അല്ലേ മോളെ? ശരി, അമ്മയും മോളോട് സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് അല്പം ദൂരോട്ട് പോവാ. പക്ഷെ തിരിച്ചെത്തുമ്പോൾ മോൾക്ക് വ്യക്തമായൊരു മറുപടി ഉണ്ടാവണം. അത് ശാന്തിയുടെ ചുമതലയാ, കേട്ടല്ലോ? മോൾ റെസ്റ്റ് എടുത്തോ. ശാന്തി, ഒന്നിങ്ങി വന്നേ.
എന്താ ശാന്തി ഇങ്ങനെ? ഇപ്പൊ ഈ വിവാഹം നടത്തിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് വൈകുന്നല്ലേ പൂജാരി പറഞ്ഞിരിക്കുന്നേ? അത് ഗൗരവമായിട്ട് എടുക്കണ്ടേ നമ്മള്? അത് സാർ, കുട്ടികൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം വഴങ്ങി കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എൻ്റെ മോൾ ഈ കാര്യത്തിൽ സമ്മതിച്ചിരിക്കണം. ഇനി അതല്ല, അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൃത്യമായി ചോദിച്ചറിയണം. ആരാണെങ്കിലും നമുക്ക് നടത്തി കൊടുക്കാന്നേ. എൻ്റെ മോൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ? എന്താ അയാളെ പോലെ എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ഉദ്ദേശം നിങ്ങൾക്കും ഉണ്ടോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിനോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ ഇരിക്കുന്നത് എന്റെ മോളല്ലെന്ന്. പറയേണ്ടി വന്നാലേ ഞാൻ പറയും. ഇനി കല്യാണക്കാര്യം പറഞ്ഞോണ്ട് എന്റെ മുന്നിലേക്ക് വരട്ടെ. അങ്ങനെ സത്യം പറഞ്ഞാല് എനിക്ക് ഇവിടുന്ന് പോവെങ്കിലും ചെയ്യാലോ. അന്ന് പോയിട്ടേ അമ്മ ആര് തങ്കോ? ആ സംസാരിക്കും. ഹലോ 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 മോളിക്കുട്ടി, നീ എവിടെ? ഞാനിവിടെ ദുബായ് മാമന്റെ അടുത്തുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവളെന്താ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതല്ല, കുഴപ്പം വന്നിരിക്കുന്നത് ശ്രീനിവാസ് സാറിന്റെ ഭാഗത്തുനിന്ന്. അമ്മ, എന്താ കാര്യം? ഞങ്ങൾ രണ്ടുപേരും കേൾക്കുന്നുണ്ട്. ശ്രീനിവാസ് സാറ് കൃഷ്ണമോൾക്കൊരു ആലോചന കൊണ്ടുവന്നിരിക്കേ. ആലോചനയോ? വിവാഹാലോചന. മോളിക്കുട്ടി, നമ്മൾ കുറച്ചു മുമ്പ് അമ്പലത്തിൽ വെച്ചൊരു പയ്യനെ കണ്ടില്ലേ? അവന്റെ കുടുംബക്കാരെ ഇപ്പൊ അവരിവിടെ വന്നിരുന്നു. അവന് ഗാഥയെ ഇഷ്ടപ്പെട്ടെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. ആഹാ, അത് ശരി. ഇതിനിടയില് അങ്ങനെയൊക്കെ സംഭവിച്ചോ? എന്നിട്ട് ശ്രീനിവാസ് സാർ കരുതുന്നത് കൃഷ്ണമോള കൂടെ ഉള്ളതെന്നല്ലേ? സാർ അവർക്ക് വാക്കു കൊടുത്തു. ഗാഥയോട് പറഞ്ഞപ്പോ ഗാഥ സമ്മതിച്ചില്ലേ. അവസാനം സാർ എന്നെ ഏൽപ്പിച്ചിരിക്കെ. സാർ പോയിട്ട് വരുമ്പോഴേക്കും ഗാഥമോളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. അല്ല തങ്കം, ഏതായി കക്ഷി? അത് ശ്രീനിവാസ് സാറിന്റെ ഒരു കൂട്ടുകാരന്റെ മകനെ. അവര് പണ്ടെപ്പോഴോ അങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് പോലും. ഇതിപ്പോ കേട്ടിട്ട് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത്? ഗാഥമോളുടെ വിവാഹം നടത്തുന്ന കാര്യോ? അതെ തങ്കം, മനസ്സ് ശാന്തമാക്കി ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രീനിവാസൻ സാറിന്റെ കൂടെയുള്ളത് ഗാഥയാ. ഗാഥയ്ക്ക് ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നവീനും കൃഷ്ണമോൾക്കും ഒന്നിച്ച് ജീവിച്ചൂടെ?